ഒരു കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇന്ന് നമ്മൾ നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ റെഡിയാക്കുന്നത്. വെറും മിനിറ്റുകൾ മാത്രം മതി ഇത് റെഡിയാക്കാനായിട്ട്. കാണുന്നത് പോലെ തന്നെ ഇത് കഴിക്കാനായിട്ടും നല്ല രുചിയാണ് കേട്ടോ. ഈ ഒരു ചായക്കടി നമ്മൾ ഉണ്ടാക്കുമ്പോൾ കറിയുടെ ഒന്നും ആവശ്യമില്ല. ഒരു ഗ്ലാസ് ചായയും ഇതുപോലൊരു 2 എണ്ണം കിട്ടുകയാണെങ്കിൽ അത് മാത്രം മതി. മനസ്സും വയറും ഒരുപോലെ നിറയും. ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഇനി നമ്മൾ ഒരു കപ്പ് ഗോതമ്പ് പൊടിയിലോട്ട് 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട. കുറേശ്ശെ ചേർത്തിട്ട് വിസ്കോ സ്പൂണൊക്കെ ഉപയോഗിച്ചിട്ട് കട്ടയൊന്നും കുത്താത്ത രൂപത്തിൽ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ചില ഗോതമ്പ് പൊടിക്ക് കുറഞ്ഞ വെള്ളം മതിയാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമുക്കിത് ഒരു പാനിൽ ഇങ്ങനെ പരത്തിയെടുക്കാൻ പറ്റണം. സിമ്പിളാണ് കേട്ടോ. അതുപോലെ തന്നെ ഈവനിങ്ങിലൊക്കെ ചപ്പാത്തി കുഴച്ചും അതുപോലെ തന്നെ കഴിച്ചൊക്കെ മടുത്തിരിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി നോക്കണേ. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമ്മളൊരു കുഞ്ഞ് ബൗൾ എടുക്കുന്നുണ്ട്. ഈ ഒരു ബൗളിലോട്ട് നമുക്ക് 2 കോഴിമുട്ടയൊന്ന് പൊട്ടിച്ചു വയ്ക്കാം. അപ്പോഴേ നമ്മൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. മോർണിംഗിലൊക്കെ സിമ്പിളായിട്ട് റെഡിയാക്കാം. എന്നാലോ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും. ഇനി ഇതിലോട്ട് നമ്മളൊരു അരമുറി വലിയുള്ളി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതും അതേ അളവിൽ തന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകിൻ്റെ ഉൾവശത്തുള്ള കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതും ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു തണ്ട് മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സാക്കാം. ഓക്കെ, ഉപ്പ് കൂടി പോവരുത് കേട്ടോ. നമ്മൾ മാവിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് നന്നായിട്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്യാം. പച്ചമുളകിന് പകരം നിങ്ങൾക്ക് വറ്റൽമുളകും ചേർക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല രുചിയാണ്. അപ്പം ഞാനിവിടെ ഒരു ഇച്ചിരി കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അതിന് പകരം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ എടുത്തിട്ട് എണ്ണയൊന്നും തേച്ച് കൊടുക്കണ്ടേ. ഒരു തവി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി നൈസായിട്ടല്ല, ചെറിയൊരു കട്ടിയോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മളിത് പരത്തിയെടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടിങ്ങ് വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ മുട്ടയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ എല്ലായിടത്തേക്കും ഒരുപോലെ എത്തുന്ന രീതിയിൽ ഒന്നൊഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ മക്കളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്തൊക്കെ ഇത് റെഡിയാക്കാൻ പറ്റും കേട്ടോ. പച്ചമുളകിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ച് റെഡിയാക്കാം. ഇനിയിപ്പോൾ ചില്ലി ഫ്ലേക്സ് ആണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ എരിവ് ഒത്തിരി കൂടി പോവാതെ നോക്കണം കേട്ടോ. എല്ലായിടത്തേക്കും ഒരുപോലെ നമ്മൾ ഈ ഒരു മുട്ടയുടെ മിക്സ് ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാൻ നേരിട്ട് ഒത്തിരി സമയമൊന്നുമില്ല, കുറച്ച് സെക്കൻഡുകൾ കേട്ടോ. അതിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് വീർത്ത് ഇങ്ങനെ പൊങ്ങി വരും. ഞാനൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഒപ്പം ഒരു നല്ലൊരു ടേസ്റ്റിനും ഒരു ഹെൽത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു ഇത്തിരി നെയ്യൊക്കെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഒത്തിരി ഒന്നുമില്ല, ഇതുപോലെ ബ്രഷിലൊന്ന് ആക്കിയിട്ടൊന്ന് കുടഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലും ടേസ്റ്റൊക്കെ ആയിരിക്കും. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ പൊട്ടിപ്പോവേ അങ്ങനെയൊന്നും ബേജാറാവണ്ട. നല്ല അടിപൊളി സെറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. കണ്ടല്ലോ, താഴെ ഭാഗമൊക്കെ നല്ല രീതിയിൽ മുരിഞ്ഞ് സൂപ്പറായിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലോട്ടൊന്ന് കൊട്ടേണ്ട ഒരു ആവശ്യമേ ഉള്ളൂ. കണ്ടോ, സംഭവം സിമ്പിളല്ലേ, നല്ല എളുപ്പമാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാവും. ഇത് കറിയൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാം. ഇനി കറി എടുക്കണം എന്നുണ്ടെങ്കിൽ ഏത് കറിയുടെ കൂടെയും ഇത് സെർവ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ മുഴുവനായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറഞ്ഞ തീയിൽ വെച്ച് കൊടുക്കാം. പരത്തുമ്പോൾ നമ്മൾ ഈ തവിയുടെ ഇങ്ങനെ സൈഡിലൊക്കെ ഒട്ടിപ്പിടിക്കും കേട്ടോ. നമ്മൾ മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. എല്ലായിടത്തേക്കും ഒരുപോലെ തന്നെ ആക്കി കൊടുക്കണേ. വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്ത് ചേർക്കുമ്പോഴും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാൻ നോക്കണം.
അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ നമ്മൾ ചേർത്തിട്ടുണ്ട്. അളവ് കൂടി പോവാതെ നോക്കണേ. അപ്പോൾ അതാ ഇതുപോലെ എല്ലായിടത്തും ഒരുപോലെ മിക്സ് ആക്കുക. ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക. അടച്ച് വെക്കുമ്പോഴേക്കും നന്നായിട്ട് അങ്ങ് വീർത്ത് പൊങ്ങി വരും. ഇനി ഒത്തിരി സമയമൊന്നും അടച്ച് വേവിക്കണ്ട കേട്ടോ. ഇതിങ്ങനെ ഒന്ന് പൊള്ളച്ച് കിട്ടണം. അപ്പോഴാണ് ആ മുട്ടയൊക്കെ നല്ല രീതിയിൽ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. കണ്ടോ? ആ ഒരു ടൈമിൽ നമുക്കൊരു ഇച്ചിരി നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടിട്ട് ഒത്തിരി സമയം അങ്ങ് മുരിച്ച് വേറൊരു കളറൊന്നും ആക്കണ്ട. ജസ്റ്റ് ആ ഒരു മുകൾ ഭാഗമൊക്കെ ഒന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. എല്ലാതും നമ്മളിതാ ഇതുപോലെ പരത്തിയെടുക്കണേ. സ്കൂളൊക്കെ തുറന്നല്ലോ. രാവിലത്തെ ഓട്ടപ്പാച്ചിലൊക്കെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ ചപ്പാത്തി കഴിച്ച് മടുത്തിരിക്കുന്നവരാണെങ്കിൽ ഉണ്ടാക്കാനും സിമ്പിളാണ്, പിന്നെ കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം എന്താ ഇതുപോലെ ചുട്ട് സെറ്റായി പ്ലേറ്റിലിങ്ങനെ അട്ടിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പാനൊക്കെ അത്യാവശ്യം വലിയ പാനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വലുതായിട്ടൊക്കെ പരത്തിയെടുക്കാം കേട്ടോ. അങ്ങനെ ചട്ടിയിൽ തഴവ കൊട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നുമില്ല. സൂപ്പറായിട്ട് തന്നെ നമുക്ക് കിട്ടും. നെയ്യൊക്കെ ആവശ്യമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി. നെയ്യ് ചേർക്കുമ്പോൾ ഒന്ന് ടേസ്റ്റാണ്. അങ്ങനെയെല്ലാം നമ്മളിതാ പരത്തി സെറ്റായി വേവിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന നല്ല അടിപൊളി ചായക്കടി. ഈ ഒരു ചായക്കടി മുമ്പാരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ. നല്ല രുചിയുണ്ട്. കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാവും. പിന്നെ ചിലർക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇതിൽ മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് അതിൻ്റെ പച്ച സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നോ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത് നമ്മുടെ ആ ഒരു ഗോതമ്പ് പൊടിയുടെ ആ ഒരു സ്മെല്ലാണ്. അപ്പോൾ അതിനൊന്നും ആരും ടെൻഷൻ ആവണ്ട. കണ്ടല്ലോ, നല്ല സോഫ്റ്റുമാണ് കേട്ടോ. കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീടാണെങ്കിൽ എരിവിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ചിട്ട് റെഡിയാക്കാം കേട്ടോ. എന്താ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും. ഞാനിതാ കറിയും കാര്യങ്ങളൊന്നും റെഡിയാക്കിയിട്ടില്ല. ഒരു ഗ്ലാസ് കട്ടനം ഇതുപോലെ 1-2 അപ്പം ഉണ്ടെങ്കിൽ സൂപ്പറാണ്. ആരോഗ്യത്തിന് നല്ലതാണ്. അതുപോലെ നമുക്ക് രാവിലെ ഉണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിളാണ്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നല്ല സോഫ്റ്റാണ്, കാണുന്നുണ്ടല്ലോ. കറി എടുക്കുന്നവർക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷനൊക്കെ ഒന്ന് നീക്കി കൊടുക്കണേ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് 2-2:30 ഉള്ളിലൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. കറിയൊന്നും ആവശ്യമില്ല, സിമ്പിളാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. പോണതിന് മുന്നേ എല്ലാവരും നമ്മളെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് കൊടുക്കി സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.